ഹലോ ഗായ്സ്, പൊന്നൂസ് ഫ്രെയിംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ഇരിക്കുകയായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ ക്രിസ്മസ് പരിപാടി? അപ്പോൾ ഇവിടെ ക്രിസ്മസ് ഒക്കെ പരിപാടികളും ആഘോഷങ്ങളും ഒക്കെ തകർപ്പനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇച്ചിരി കുറച്ച് ദിവസമായിട്ട് ആലോചിക്കുമായിരുന്നു, കാച്ചിൽ കഴിക്കാനൊരു കൊതി ഉണ്ടായിരുന്നു. അപ്പം തപ്പിയിട്ട് എവിടെയും കിട്ടണില്ലായിരുന്നു. അപ്പോൾ പിന്നെ പപ്പ എവിടുന്നോ സംഘടിപ്പിച്ച് കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ രാവിലെ തന്നെ ഇച്ചിരി കാച്ചിൽ പുഴുങ്ങിയേക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ കാച്ചിൽ നിങ്ങൾക്കൊക്കെ അവിടെ നാട്ടിലൊക്കെ എപ്പോഴും കിട്ടുന്നൊരു അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമായിരിക്കും അല്ലേ. പക്ഷേ ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ ആണെങ്കിൽ അധികം നോക്കിയിട്ട് അധികം കിട്ടുന്നില്ലായിരുന്നു. പിന്നെ എവിടെ നിന്നൊക്കെയോ സംഘടിപ്പിച്ച് കൊണ്ടുവന്നതാണിത്. അപ്പോൾ അമ്മ അത് സെറ്റപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അമ്മ സെറ്റപ്പ് ചെയ്യുന്ന ടൈമും കൊണ്ട് ഞാൻ കാച്ചിലിനുള്ള ചെറിയൊരു ചമ്മന്തി അരയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇന്നൊരു കുഞ്ഞു വ്ളോഗിൻ്റെ ഇതാട്ടോ. അതായത് ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ അതിനോടൊക്കെ അനുബന്ധിച്ചിട്ട് ചെറിയൊരു ഇന്ന് ഞങ്ങളുടെ ഒരു കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. കാച്ചിലിന് സ്വാഭാവികമായിട്ട് എല്ലാവരും നല്ലൊരു മുളക് ചമ്മന്തിയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കാന്താരി ഒന്നും നോക്കിയിട്ട് അധികം കണ്ടില്ലായിരുന്നു, കാരണം എല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പച്ചമുളക് എടുത്തു. അപ്പോൾ കുറച്ച് ഏറെ പച്ചമുളക് എടുത്തു. അപ്പം എനിക്ക് എരിവിനോട് കുറച്ചുകൂടി താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ചോറിൻ്റെയും കൂടി ബാക്കിയുള്ളത് കഴിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ കുറച്ചധികം പച്ചമുളകും ചുവന്നുള്ളിയും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് കുറച്ച് തൈരും കൂടി ആഡ് ചെയ്തിട്ട് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കി. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇതിൽ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ചേർക്കണേ. അതിനുശേഷം പിന്നെ കാച്ചിലൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ആസ്വദിച്ച് ഞാൻ കഴിക്കുകയാണ്. അപ്പം കഴിപ്പെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം കുറേ നേരം അവളുമായിട്ട് എന്തെങ്കിലുമൊക്കെ സൊറ പറഞ്ഞിരിക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ഇതാണ്. പണിയെല്ലാം കഴിയുമ്പോഴത്തേനും ഇവളുമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞും അവളുടെ കുസൃതി അതും ഇതൊക്കെ ചിരിയൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഒരു 11-11:30 ആകുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ ടി വിയിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടോ നോക്കും. പരിപാടിയൊന്നും ഇല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പം എനിക്കങ്ങനെ കാണാനുള്ള ടൈമൊന്നും അവളിപ്പോൾ തരത്തില്ല, കാരണം എൻ്റെ അടുത്തിൽ നിന്ന് മാറത്തില്ല. അപ്പോൾ അവളിങ്ങനെ എൻ്റെ അടുത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞും ചെയ്തുകൊണ്ടും പുറകെയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സമയം പോകുന്നത് അറിയത്തുമില്ല കേട്ടോ. അപ്പോൾ ഇവളുടെ ആദ്യത്തെ ക്രിസ്മസാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനും പരിപാടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ സ്നാക്സുമായിട്ട് വന്നു. ചെറിയൊരു രാവിലെ ബദാമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ വെള്ളത്തിൽ തലേദിവസം ഇട്ടിട്ട് ബദാം കഴിക്കുന്നൊരു ശീലമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് കഴിച്ചാലും എൻ്റെ കയ്യിൽ എന്ത് കൊണ്ട് തന്നാലും അവൾക്കും അത് വേണം. അങ്ങനെയൊരു ശീലമാണ്. എല്ലാ പിള്ളേർക്കും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ബദാമൊന്നും അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് പറഞ്ഞ് നോക്കുകയാണ്. പക്ഷേ അങ്ങനെ കേൾക്കാനൊന്നുമില്ല. പിന്നെ ഇവൾ കാണാണ്ട് വേണം കഴിക്കാൻ. അപ്പം തലേദിവസം ഞങ്ങൾ തൊപ്പിയും ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് സ്യൂട്ടൊക്കെ, ക്രിസ്മസ് സ്യൂട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തിട്ട് ആദ്യമേ തലേന്നൊക്കെ അഴിച്ചു മാറ്റി കളഞ്ഞു. പിന്നെ അങ്ങോട്ട് ഞങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ കയ്യിലൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേനും അതങ്ങ് മറന്നു. പിന്നെ നിങ്ങളന്ന് കണ്ടിട്ടുണ്ടാവുമല്ലോ ഡെക്കറേഷൻ പരിപാടിയൊക്കെ. കുറച്ച് ഡെക്കറേഷനും കൂടി അലങ്കരിക്കാൻ വെച്ചു. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ തന്നെ നല്ല രസമല്ലേ കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ അവളും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പം ഇതുപോലെ ഇങ്ങനെ ഒരു പായ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തണുപ്പൊക്കെ അടിക്കാണ്ടിരിക്കാനാണ് ഇങ്ങനെ പായ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവൾ ആ പായ്ക്കൂടി നടക്കും. അപ്പോൾ ഒരു 7-7:30-8 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവൾ പതുക്കെ ഉറങ്ങാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഉറങ്ങാൻ പോവുകയാണല്ലോ എന്ന് ഓർത്തിട്ട് അമ്മ ആ പായെല്ലാം മടക്കി വെച്ചായിരുന്നു. പിന്നെ ഇവൾ ഉറങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെയും പായ എടുത്ത് നിവർത്തേണ്ട അവസ്ഥയായി. പിന്നെ ഇതുപോലുള്ള ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഞങ്ങൾ ചെയ്തിട്ട് ഇവളങ്ങനെ അലങ്കോലപ്പെടുത്താനുള്ള പരിപാടിയൊന്നും നടത്തിയില്ല കേട്ടോ. പറഞ്ഞ് ഞങ്ങൾ കൊടുത്തു, ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അതൊക്കെ ശീലിക്കുകയൊക്കെ ചെയ്തു. കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് പിന്നെ ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും പാട്ടും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഡാൻസ് കളിച്ചോളും. കരോളുകാർ വരുന്നത് നോക്കി ആണ് ഞങ്ങൾ ഇത്രയും ദിവസം ഇരുന്നത് ഗൈസ്. പക്ഷേ ഒരൊറ്റ കരോള് ഇതിലൂടെയൊന്നും കാണുന്നില്ല. അവരവരുടെ കൂട്ടായ്മ അവരുടെ പള്ളിയിൽ ഉള്ളവരുടെ മാത്രമാണ് പോണത്. അപ്പം അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ നോക്കി ഇരുന്ന് ലാസ്റ്റ് ഒരു കരോള് വന്നു. പക്ഷേ കരോള് വന്ന സമയത്ത് അവളെ കാണിക്കാൻ, അവൾ ആദ്യമായിട്ടാണല്ലോ ഇതൊക്കെ കാണുന്നതെന്ന് ഓർത്തിട്ട് അവളെ കാണിക്കാൻ ഇത്രയും നേരം ഇങ്ങനെ നോക്കിയിരുന്നിട്ട് പിന്നെ കണ്ടതേയില്ല. പിന്നെ അവളങ്ങ് കിടന്ന് ഉറങ്ങാൻ പോയി. അത് കഴിഞ്ഞപ്പോഴാണ് കരോള് വന്നത്. എന്താണേലും വേണ്ടില്ല, കരോള് വന്നല്ലോ എന്നുള്ളൊരു സമാധാനം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ പള്ളിയിലെ കരോള് കുറച്ചുകൂടി താമസിച്ചാട്ടോ വരുന്നത്. അപ്പം അതിന് മുന്നേ ഒരുപാട് കരോളുകാരൊക്കെ പണ്ടത്തെ എന്നൊക്കെ പറയുമ്പോൾ നോക്കിയിരിക്കുന്ന ഒരു സമയമൊക്കെ ആയിരുന്നു കരോളിൻ്റെ.
അതുപോലെയൊന്നും അല്ല ഇപ്പോൾ എന്ന് പറയുന്നത്. അങ്ങനെ വന്ന് ഞങ്ങൾ കാത്തിരുന്ന് ആ കരോൾ സംഘം അങ്ങനെ എത്തി. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസിൻ്റെ ഇനിയും കുറേ വീഡിയോസ് വരാൻ പോകുന്നുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. സ്റ്റിൽ ദെൻ ബൈ ബൈ.